എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതായത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക, അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം അതിൽ കാറ്റഗറി ചോദിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് മറന്നുപോയത്, ആപ്ലിക്കേഷൻ നമ്പറാണോ പാസ്വേഡാണോ ഏതാണ് മറന്നുപോയത് അത് കൃത്യമായിട്ട് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അതിൽ എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് ആണോ ചോദിക്കുന്നത് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ OTP ഒക്കെ ചോദിക്കും. അത് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുള്ളൂ. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ, അത് ടെമ്പററി അഡ്മിഷൻ ആയിക്കോട്ടെ പെർമനൻറ്റ് അഡ്മിഷൻ ആയിക്കോട്ടെ, നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ്, അത് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾ ഏത് ദിവസമാണ് കോളേജിൽ അഡ്മിഷനായിട്ട് ഹാജരാവേണ്ടത് ആ ഒരു ദിവസം പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷന് പോയിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം, പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. ഇനിയിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടെമ്പററി അഡ്മിഷന് പകരം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. എന്നാൽ ഹയർ ഓപ്ഷൻസ് വേണ്ട എങ്കിൽ റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷനല്ല വേറെ ഏതെങ്കിലും ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കോളേജിൽ പോവുക, ഫീസൊന്നും അടക്കേണ്ട ആവശ്യമില്ല. പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെർമനൻറ്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതുകൊണ്ട് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല, എന്നാൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹിയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് കോഴ്സാണോ എന്നനുസരിച്ച് ഏത് കോഴ്സിൻ്റെതാണ് അറിയേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വിവിധ കോഴ്സുകളിലേക്ക് ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കുകളാണ്. അപ്പോൾ ഇതിൽ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ജസ്റ്റ് ഒന്നും എഴുതാതെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറി സീറ്റിൽ അവിടെ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതേസമയം ജനറൽ കാറ്റഗറിയിൽ ആ ഒരു വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും ഉണ്ടാകും. അപ്പോൾ ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അതായത് ഒരു കോളേജിൽ ഇപ്പോൾ 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 50 സീറ്റ് ജനറൽ കാറ്റഗറി ആയിരിക്കും, ബാക്കി സീറ്റ് വിവിധ വിഭാഗങ്ങൾക്കായിട്ടുള്ള റിസർവേഷൻ അനുസരിച്ചുകൊണ്ടാണ് സീറ്റ് ഫില്ല് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെയും അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വിവിധ കാറ്റഗറിക്ക് ആ ഒരു രീതിയിൽ സീറ്റ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ചില കാറ്റഗറിയിൽ ആ ഒരു സീറ്റിൽ അവിടെ അലോട്ട്മെൻറ്റ് നടത്താത്തത് കൊണ്ടാണ്, അതായത് ആ ഒരു കാറ്റഗറിയിൽ അലോട്ട്മെൻറ്റ് നടക്കാത്തത് കൊണ്ടാണ് അവിടെ ആ ഒരു രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് അവിടെ ഒന്നും എഴുതാത്ത രീതിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ ആ ഒരു സീറ്റുകളൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യപ്പെടുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കാം, അത് വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ആ ഒരു ഇൻ്റർഫേസ്, അതായത് ആ ഏതെങ്കിലും ബാങ്കിൻ്റെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ നിങ്ങൾക്ക് അവിടെ SBIയുടേതുണ്ടാവും, അതുപോലെ തന്നെ കാനറ ബാങ്കിൻ്റെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഇൻ്റർഫേസ് മുഖേന നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI വെച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളോട് ഇൻ്റർഫേസ് ചോദിക്കും ഏതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് അതുവഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. കോളേജ് പ്രവേശനം എന്ന് പറയുന്നത് 19, 20, 21, 23 തീയതികളായിട്ടാണ്. യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജ് വൈതക്കാട് എന്നിവിടങ്ങളിൽ വെച്ച് 20, 21 തീയതികളിൽ ഇന്ത്യൻ എക്കണോമിക് സർവീസ് പരീക്ഷ നടക്കുന്നതിനാൽ ഈ ഒരു കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് 26/6/2025 കോളേജിൽ ഹാജരാവാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ 19/6/2025 തീയതിയിലും 21/6/2025 കോളേജിൽ ഹാജരാവാനായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ 23/6/2025 തീയതിയിലും കോളേജിൽ ഹാജരാവേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സർവ്വശാല അഡ്മിഷൻ ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്.
അലോട്ട്മെൻറ്റ് ലഭിച്ച സർവ്വശാല അഡ്മിഷൻ ഫീസ് അടച്ച വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈലിൽ നിന്ന് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ്, കോഴ്സ്, കാറ്റഗറി, അഡ്മിഷൻ എന്നിവ തീയതിക്കുള്ളിൽ അതായത് ഈ ഒരു തീയതി എന്നിവ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ തന്നെ കോളേജിൽ ഹാജരാവേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നിശ്ചിത തീയതിയിൽ ഈ ഒരു കോളേജിൽ നേരിട്ട് ഹാജരാവാനായിട്ട് സാധിക്കാത്തവർ അതത് കോളേജിലെ പ്രിൻസിപ്പാളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഡേറ്റിലേക്ക് അത് മാറ്റി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ താൽക്കാലിക അഡ്മിഷൻ, അതായത് ടെമ്പററി അഡ്മിഷൻ, ഒന്നാം അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജ് അഡ്മിഷൻ സമയത്ത് ടെമ്പററി ഓർ പെർമനൻറ്റ് അഡ്മിഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ച റെസിപ്റ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സമർപ്പിച്ച് താൽക്കാലിക അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ മറ്റ് ഫീസുകളൊന്നും തന്നെ കോളേജിൽ അടക്കേണ്ടതില്ല. അത് കോളേജിലുള്ള PTA ഫണ്ട് ഇതുപോലുള്ള ഫീസൊന്നും നിങ്ങൾ അടക്കേണ്ടതില്ല ടെമ്പററി അഡ്മിഷൻ ആയതുകൊണ്ട്. എന്നാൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ, അത് TC ഉൾപ്പെടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ഹാജരായി അഡ്മിഷൻ ഫീസ് അടച്ച് റെസിപ്റ്റ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ കോളേജിൽ സമർപ്പിച്ച് സ്ഥിര പ്രവേശനം എടുക്കാവുന്നതാണ്. സർവകലാശാല ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികളുടെയും അതുപോലെ ഫീസ് അടച്ച ശേഷം കോളേജിൽ ഹാജരായി പെർമനൻറ്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാത്തവരുടെയും അലോട്ട്മെൻറ്റ് റദ്ദാകുന്നതാണ്. അവരെ തുടർന്ന് വരുന്ന രണ്ടാം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകർ അവർക്ക് ലഭിച്ച സീറ്റിൽ തൃപ്തരല്ലെങ്കിൽ പോലും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതിലേക്കായിട്ട് കോളേജിൽ ഹാജരായി ഒന്നുകിൽ പെർമനൻറ്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടതാണെന്ന് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഡിജി ലോക്കറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പാൾ സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റോ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയാൽ മതി. ഈ ഒരു ഘട്ടത്തിൽ ടെമ്പററി ഓർ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളെ തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. വിദ്യാർത്ഥികൾ ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷനുകൾ നീക്കം ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് നീക്കം ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ രണ്ടാം അലോട്ട്മെൻറ്റിൽ പ്രസ്തുത ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കുകയും സീറ്റ് ലഭിക്കുന്ന പക്ഷം ഒന്നാം അലോട്ട്മെൻറ്റ് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുകയും രണ്ടാം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ഓപ്ഷനുകൾ നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അബാർ ID നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ആയതിനാൽ നിലവിൽ അബാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ തീയതിക്ക് മുമ്പായിട്ട് www.abc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അബാർ ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. അബാർ ID ജനറേറ്റ് ചെയ്യാൻ വളരെയധികം സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതായത് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 1390 രൂപയാണ് SC/ST വിദ്യാർത്ഥികൾക്ക് ഫീസ്. അതുപോലെ തന്നെ ജനറൽ വിഭാഗം ആണെങ്കിൽ 2800 രൂപയാണ്. അതുപോലെ നിങ്ങൾ NIOSO മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ 895 രൂപയാണ് SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഫീസ്. മറ്റുള്ള വിഭാഗക്കാർക്ക് ഈ ഒരു 2300 രൂപയാണെന്നാണ് തോന്നുന്നത്. 2225 2300 ആണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അങ്ങനെ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളെ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.